നല്ല അടിപൊളി പടം. ആ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര ഫാസിൽ ഭയങ്കര 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 രസമായിരുന്നു. വേറൊരു ക്യാരക്ടറായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മസ്റ്റ് വാച്ച് മൂവിയാണെന്ന് ചോദിച്ചാൽ ഒരു യൂത്ത് ഓറിയന്റഡ് മൂവിയാണ്. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ യൂത്തിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഉണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. കോമഡി നല്ല കോമഡിയാണ്. ഇറ്റ്സ് ഗുഡ്. മ്യൂസിക് ഭയങ്കര അടിപൊളിയാണ്. അതായത് നമ്മുടെ ഉള്ളിലൊരു നമുക്കിങ്ങനെ എഴുന്നേറ്റ് വന്ന് ഡാൻസ് കളിക്കാനൊക്കെ തോന്നും. അങ്ങനത്തെ മ്യൂസിക്കാണ്. ഇലുമിനാറ്റി എല്ലാ സോങ്സും അടിപൊളിയാണ്. ആക്ഷൻ ഭയങ്കര നല്ല രസമുണ്ട് കാണാൻ. കുറേ നാൾ കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ മൂവിയിലാണ് കുറച്ചൊരു ആക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടൊരു മൂവി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ആവേശത്തിലായിരിക്കും ചിലപ്പോൾ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുണ്ട്, കണ്ടിരിക്കാൻ രസമുണ്ട്. ഞാൻ വേറെ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ആവേശം മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ തൂക്കുന്നാണ് എൻ്റെ വിശ്വാസം. അടിപൊളിയാണ്. സൂപ്പറായിട്ടുള്ള സിനിമ. പേര് പോലെ തന്നെ നല്ല ആവേശമുള്ള സിനിമയാണ്. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡിങ് വരെ നമ്മൾ പിടിച്ചെടുക്കും. അതൊക്കെ വേറെ ലെവലാണ്. ഫൈറ്റ് അടിപൊളി. ഫൈറ്റ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പിന്നെ ഈ പുതിയ പിള്ളേരും ഒരു പുതിയ ആർട്ടിസ്റ്റാണ് തോന്നില്ല. നന്നായിട്ട് ഓവറോൾ ഒരു ഫുൾ എനർജി ഉള്ള സിനിമ ഉണ്ട്. കോമഡിയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ എനർജി പാക്ഡ് മൂവിയാണ്. തിയേറ്ററിൽ തന്നെ കണ്ടതാണ്. ആ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ല എക്സ്പീരിയൻസാണ്. വെറൈറ്റി സിനിമ. അപ്പോൾ അതിൻ്റെ സൂപ്പർ. അതെ, സൂപ്പർ. എല്ലാം സൂപ്പർ. അപ്പോൾ അതിൻ്റെ വെറൈറ്റി റോളാണ്. സൂപ്പർ സിനിമ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആ സൂപ്പറാണ്. തിയേറ്ററിൽ നല്ല ആവേശമായി. നല്ല ആവേശത്തിലാണ്. ആഫ തകർത്തു. നമ്മുടെ ബോയ്സും തകർത്തു. എല്ലാവരും കാണണം, എന്തായാലും കാണണം. ഹിപ്സ്റ്റർ സൂപ്പർ അല്ലേ? റോഷനും അടിപൊളിയാണ്, മിഥുനും അടിപൊളിയാണ്. എല്ലാവരും സൂപ്പറാണ്. ആവേശം ഉറപ്പല്ലേ? താങ്ക് യു. നല്ല പടം. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും മീൻസ് അടിപൊളി സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം. എനിക്കിഷ്ടപ്പെട്ടു. ഒളിച്ചുഷില്ലാത്ത പടം. എല്ലാവരും ആവേശം കണ്ടവരൊക്കെ ആവശ്യത്തിലായിരിക്കും. അതുപോലത്തെ ടോപ്പാണ്. ഇപ്പോൾ സ്റ്റണ്ടിനാണ് സ്റ്റണ്ട്, തമാശക്കാണ് തമാശ, ഇമോഷൻസിനാണ് ഇമോഷണൽ. അപ്പോൾ അതിനറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനറിയാം. അപ്പോൾ അതിൻ്റെ അഭിനയത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇമോഷൻസിനാണ് ഇമോഷണൽ. അപ്പോൾ അത് ഇമോഷണലായി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയും. സ്റ്റണ്ടാണ് സ്റ്റണ്ട്, കോമഡിയാണ് കോമഡി. എന്താ പറയുക, ഫുൾ പാക്ഡ് പടം. വിഷുവിന് 3 പടങ്ങൾ അറിയണ്ടെങ്കിലും എന്തായാലും ആവേശമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാം. ഇപ്പോൾ മുതിർന്ന ആൾക്കാർക്ക് ഇഷ്ടമായില്ലെങ്കിലും പടം ആവേശം ഇഷ്ടമായില്ലെങ്കിലും യുവാക്കൾ ഈ പടം വിജയിച്ചിരിക്കും. വിഷുവിനെ എന്തായാലും അടിച്ചു പൊളിച്ചിരിക്കും. ആവേശം വിഷുവുണ്ട്, ആവേശം വിഷുവുണ്ട്. രോമാഞ്ചം കണ്ട് ആവേശം വന്നു. എന്തോ രോമാഞ്ചം കണ്ട് ആവേശം വന്നു. ആവേശം കണ്ട് രോമാഞ്ചം വന്നു. അല്ല, അത് വേറെ രീതിയിലുള്ള പടം, ഇത് വേറെ രീതിയിലുള്ള പടം. കാരണം ഇത് നമുക്കൊരു ബാംഗ്ലൂർ, ഇപ്പോൾ ഈ പിള്ളേർ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരാണല്ലോ കേരളത്തിൽ നിന്നും കൂടുതലും ചേക്കേറുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവവും പിന്നെ ആ പിള്ളേർ പോയി എത്തിപ്പെടുന്നതും ഒരു റാഗിങ് അങ്ങനെയൊക്കെ പോയി പെടുന്ന ഒരു രീതിയിലാണ് ഈ കഥ അങ്ങോട്ട് പോണത്. പിന്നെ അത് ഒരു ലോക്കൽ ഗുണ്ട സെറ്റപ്പിലോട്ട് പോണേനാണ് അത്. പിള്ളേരെ പ്രതികാരം ചെയ്യാനുള്ള റാഗ് ചെയ്ത സീനിയർ പിള്ളേർ ചെയ്തതിൻ്റെ ഇത് വീട്ടാൻ വേണ്ടി ലോക്കൽ ഗുണ്ടകളായിട്ട് ചങ്ങാത്തം കൂടാൻ വേണ്ടി ശ്രമിക്കുന്ന പരിപാടി. പക്ഷെ അതിലൂടെയൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് നല്ല ചിരിക്കാനുണ്ട്. കുറേ സീരിയസ് ആണ് ഇതിൻ്റെ അകത്ത് സംഭവം കാണിക്കുന്നതെങ്കിലും ഒരുപാട് ചിരിക്കാനുണ്ട് നമുക്ക്. പിന്നെ അഭിനയം എന്തോ പാതിക്കട ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ വലിയ അമാനുഷ്യനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ശരീരഘടന കൊണ്ട് പുള്ളി പെർഫെക്റ്റായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എത്ര വർഷമൊക്കെ കാണേണ്ട വാസിൽ. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരഘടന, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ചിരിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തൊണ്ടിമരം ദൃസാക്ഷികളിലൊക്കെ ഉള്ള ഒരു ഒറ്റ സംഭവം മതി പുള്ളിയുടെ നമുക്ക് ആ ഒരു ചമ്മയുള്ള സംഭവം. എന്തായാലും ഇതിൽ അദ്ദേഹം നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഒന്നും പറയാനില്ല. ആവേശം ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്. ആവേശത്തോടൊന്ന് കാണാം. പിന്നെ അലക്കും ഈ വർഷം തൂക്കിയത് തന്നെ ആവേശം. ഓക്കെ, ആവേശം തൂക്കി. നല്ല മൂവിയാണ്. നല്ല പടം, അടിപൊളി പടം, അടിപൊളി പടം, നല്ല സൂപ്പർ. Experience was great. This is my first movie, so both Jitu and Fahad sir, they all helped me in getting into this movie. Thank you so much. Thank you so much. Fantastic movie. Fantastic. Fight actually, Master Chetan, he helped us into the sequences. So of course, because of the training, I was able to do quite a lot. And Jitu and Samir sir, of course, his camera work was beautiful with the fightings. Fight is very difficult. Pardon? Fight is very difficult. Not much. It's not difficult. It was just like practicing in the class. So it was easy. It was quite easy. Thank you. Thank you. അടിപൊളിയാണ്. ആവേശം പൊളിച്ചോ? അടിപൊളി, വേറെ ലെവലാ. എന്തായാലും പോയി കാണണം. നല്ല രസമാണ്. രോമാഞ്ചത്തിന് മേളയിക്കും. രണ്ട് പടമാണ്. ഇതും ഒരു അടിപൊളി പടമാണ്, വേറെ ലെവലാ. കാണാൻ നല്ല രസം, എൻജോയ് ചെയ്യും. ഇത് വേറെ തന്നെ ഒരു ക്യാരക്ടർ, എന്തായാലും കാണണം. അടിപൊളി, ഫാസിൽ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, വേറെ ലെവലാണ്. എല്ലാം അടിപൊളി, നല്ല കോമഡി ഉണ്ട്, ആക്ഷനും വേറെ ലെവലാണ്, എല്ലാം അടിപൊളിയാണ്. ഓക്കെ, ഹിപ്സ്റ്റർ എല്ലാവരും അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഫുൾ പടം അടിപൊളിയാണ്. എല്ലാ പടവും അടിപൊളിയാണ്. ഗംഭീരം. ഈ വിഷു സെറ്റ്. ആവേശം മൊത്തത്തിൽ ആവേശം കൊള്ളിക്കും. ഫാസിൽ വരുന്നിടത്ത് തീ, പറയടുത്ത് തീ, മൊത്തത്തിൽ തീ പെർഫോമൻസ് ആണ്. തിയേറ്ററിൽ വന്നാൽ എനിക്ക് എന്തായാലും നിരാശപ്പെടില്ല. സുജിത് ശ്യാമിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഒന്നും പറയാനില്ല. നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ആ BGM ഇങ്ങനെ ചെവി മുഴങ്ങിക്കൊണ്ടിരിക്കും. അമ്മാതിരി സ്കോറിങ് ഒരു രക്ഷയില്ല. തീ പരിപാടി. ഏതാ? അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ പടം ഫുൾ എൻ്റർടൈനാണ്. നിങ്ങൾ വന്നാൽ നിരാശപ്പെടില്ല. പക്ക എൻ്റർടൈനാണ്. തൂക്കിയല്ലോ നിങ്ങൾ? തൂക്കി. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല മൂവിയാണ്. പിന്നെ ഭയങ്കര ആവേശമാണ്. ആവേശത്തിലാണ്, ആവേശം കണ്ട ആവേശത്തിലാണ്. അതെ, ഭയങ്കര ആവേശത്തിലാണ്. നന്നായിട്ടുണ്ട്, നല്ല മൂവിയാണ്. എങ്ങനെയുണ്ട് പ്രേക്ഷക എന്ന രീതിയിൽ എന്ത് തോന്നി? ഭയങ്കര ഒരു മാസ് മൂവിയാണ്. കോമഡി കൂടുതൽ പിള്ളേർക്കാണ് കൂടുതൽ നല്ലത്. കോമഡിക്ക് ഇഷ്ടപ്പെട്ട കോമഡി നന്നായി, നല്ല കോമഡി. വ്യത്യസ്ത കഥാപാത്രം. അതെ, വ്യത്യസ്തമായൊരു കഥാപാത്രം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി മൂവിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം അടിപൊളിയായിരുന്നു. ഫാഫ പിന്നെ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ടോട്ടലി ഒരു ആവേശം തന്നെ. ആവേശമായിരുന്നു, അടിപൊളിയായിരുന്നു. വിഷു തൂക്കും. അല്ല പിന്നെ അടിപൊളിയായിട്ടില്ലേ? രണ്ടാമത്തെ പടം തന്നെ ഇത്ര ഹൈപ്പ് കൊണ്ടുവന്നപ്പം പൊളിയായിരിക്കുമല്ല. അത് കളിക്കണ്ടല്ലോ, വേറെ ഒന്നും പറയാനില്ല. വിഷു ആവേശം എടുത്തോ ഈ വിഷു? കാരണം ഒരേ സമയം 3 സിനിമകൾ മനസ്സിലായി. പക്ഷെ ആവശ്യം എടുക്കും, എന്തായാലും എടുത്തിരിക്കും. ഇത് രണ്ടും മിക്സ് ആയിട്ടാണ് വർക്കൗട്ട് ആവും. ഇത് യൂത്തിനും കുറേ ഇപ്പോൾ തന്നെ ഹിപ്സ്റ്ററും കുറേ ആൾക്കാരുള്ള അതിൻ്റെ എന്തായാലും വർക്കൗട്ട് ആകുമ്പോൾ. അത് മാത്രമല്ല ഫഹദും കുറേ ചിരിക്കാനും മാസ് എല്ലാം ഉള്ള അതിൻ്റെ അടിപൊളിയാണ്. ഏത്? എടാ മോനെ. ശരി, അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് രക്ഷയില്ല, കിടിലം പടം. മാസ് പ്ലസ് കോമഡി, ഫഹദിൻ്റെ ഒരു പുതിയൊരു സെറ്റപ്പിൽ ഉള്ള അടിപൊളി പടം. ഒരു സിഗ്നേച്ചർ സെറ്റപ്പ് നൈസായിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ആ ഒരു സെറ്റപ്പ് വന്നിട്ട് ചെറിയൊരു സൈക്കോ സെറ്റപ്പ്, മാസ് പ്ലസ് കോമഡി ആ ഒരു സെറ്റപ്പിലാണ് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അൻമോസി തന്നെ കാണാൻ ശ്രമിക്കുക. സുഷിൻ്റെ പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അൻമോസി തന്നെ മാക്സിമം കാണാൻ ശ്രമിക്കുക, അടിപൊളിയായിട്ടുണ്ട്. റീഇൻട്രൊഡ്യൂസിങ് ഫാഫ തന്നെയാണ്. തിയേറ്റർ ആവേശം കണ്ട് അത്യാവശ്യം രോമാഞ്ചം വന്നിട്ടുണ്ട്. രോമാഞ്ചത്തിൽ അത്ര ലെവൽ എത്തിയിട്ടില്ല, പക്ഷെ എന്നാലും അടിപൊളിയായിട്ടുണ്ട്. വെറൈറ്റിയാണ്, എല്ലാവരും കണ്ടിരിക്കണം.